നമ്മുടെ 88ms ലോ ലേറ്റൻസി മോഡ് പബ്ജി പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാവേ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് സ്പ്രേ ആയിട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്ത് നോക്കിയാൽ മതി, അതിനനുസരിച്ച് മനസ്സിലാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് എന്തായാലും സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും SBC കോഡക്കിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ 88ms ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓൺ ആക്കിയത്. 88ms ലോ ലേറ്റൻസി മോഡ് ആണെങ്കിൽ പോലും നമുക്കൊരു 50 to 55ms ആ ഒരു ഔട്ട്പുട്ട് ഫീലാണ് ആക്ച്വലി എനിക്കിതിപ്പോൾ ഗെയിം കളിച്ചപ്പോഴത്തേക്ക് കിട്ടിയത്. എന്തായാലും നിങ്ങളുടെ അനുഭവം ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമൻ്റ് ആയിട്ടാണ്. ഉറപ്പായിട്ടും പബ്ജി ഇപ്പോൾ നിങ്ങളൊരു നോർമൽ പ്ലെയർ ആണെങ്കിൽ കളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു ഡിലേ അനുഭവിക്കാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബ്ലൂടൂത്ത് ഡിവൈസുകളല്ല, വയേർഡ് ഇയർഫോൺ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു റിയൽമി ബഡ്സ് T200 ലൈറ്റിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്.